ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 83-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളിലെ വാചകങ്ങൾ ഓരോന്നും ലളിതമാണ്, സുവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവയെ സത്കീർത്തനങ്ങളെന്ന് പറയുന്നത് അർത്ഥവത്വമാണെന്ന് നമുക്കറിയാം. ഗാനരൂപത്തിൽ യഹൂദന്മാർ പാടിയ ആരാധനകളിൽ ഉപയോഗിച്ച സങ്കീർത്തനങ്ങൾ ഇന്നും ജാതിമത ഭേദമന്യേ ഏവരും ഉപയോഗിക്കുന്നു എന്നുള്ളത് ദൈവകൃപയുടെ ഒരു നിദർശനമാണ്. ഈ എപ്പിസോഡിൽ ധ്യാനത്തിനായി 24-ാം സങ്കീർത്തനം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 24-ാം സങ്കീർത്തനം 10 വാക്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചെറിയ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനവും ദാവീദിനാൽ വിരചിതമാണ്. ഭാഷയിലും വാക്കുകളിലും ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്ന ഈ സങ്കീർത്തനം ധ്യാനത്തോടെ നമുക്ക് വായിക്കാം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈകളും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിനു മനസ്സുവയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയിൽ നിന്ന് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുവീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുവീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. നമ്മൾക്കൊക്കെ സുപരിചിതമാണ് ഈ സങ്കീർത്തനം. കാവ്യാത്മകമായി സുവിദിതമായ ചിന്താധാരകളോടെ ദാവീദ് ഈ സങ്കീർത്തനം കുറിച്ചിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കൊട്ടാരത്തിലോ മറ്റോ ഇരുന്ന് രചന നടത്തിയെന്നോ പാടിയെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരാട്ടിടയനായി ആടുകളെ മേയിച്ച സമയത്ത് പരിസ്ഥിതിയുമായി ഒത്തുചേർന്ന് പരിസ്ഥിതിയുടെ നിമ്നോന്നത ഭാവങ്ങളെ മനസ്സിലാക്കി ദാവീദ് പാടുകയാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അതൊരു വലിയ കാവ്യശില്പമാണ്. യഹോവയുടെ മഹത്വത്തെ വർണ്ണിക്കുവാൻ വേണ്ടി അവൻ്റെ സൃഷ്ടികളുടെ മനോഹാരിതയെ വ്യാഖ്യാനിച്ച് അതിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് കാവ്യങ്ങളും മറ്റും രചിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത അതാണല്ലോ. കാവ്യവും അതിൻ്റെ സൃഷ്ടാവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. സൃഷ്ടാവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ സൃഷ്ടിയുടെ ഔന്നത്യത്തെ ഉയർത്തി കാണിക്കുന്നു. ഇവിടെ ദാവീദ് ചെയ്യുന്നതും അതാണ്. എല്ലാം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണ്? എല്ലാം ദൈവത്തിനെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞൊഴിവാകുന്നത് സിമ്പിളാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ഒരു പൊതുവായ ചില പ്രയോഗങ്ങൾ ദാവീദ് നടത്തുകയാണ്. അതാണ് 24-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും, അതൊരു യഥാർത്ഥത്തിൽ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്ന് പറയുന്നത് ഭൗതികമായി കാഴ്ചപ്പാടുള്ളതാണ്. അല്ലെങ്കിൽ ഒരു അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം എത്തപ്പെടാൻ പറ്റുന്ന പല മേഖലകളും ഭൂമിയിലുണ്ട്. എങ്കിലും ഇന്നും ഭൂമിയെക്കുറിച്ചുള്ള നമ്മളുടെ അറിവുകൾ അപൂർണമാണ്. ഇനിയും മനുഷ്യൻ ചെന്നു ചേരാത്ത ഒരുപാട് ഭാഗങ്ങൾ ഈ ഭൂമിയിലുണ്ട്, ഈ ഭൂമണ്ഡലത്തിലുണ്ട്. സൗരയൂഥത്തിലെ ഒരു ചെറിയ ഗ്രഹം മാത്രമാണ് ഭൂമി.
ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഈ ഭൂമി മാത്രമല്ല. ഹൈന്ദവ പുരാണത്തിൽ പറയുന്നത് 14 ലോകങ്ങളുണ്ടെന്ന്. അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചരിത്രകാരന്മാരും ചിന്തകന്മാരും പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വിശുദ്ധമായ ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്, ശ്രേഷ്ഠമായ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് മനുഷ്യന് വ്യാഖ്യാനിക്കുവാൻ സാധിക്കാത്ത ചില തലങ്ങൾ ഉൾക്കൊള്ളുന്ന അനുഭവത്തെ പറ്റിയാണ്. ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്നും പറയുന്നുണ്ട്. ഭൂമിയെ പെട്ടെന്ന് സൃഷ്ടിക്കുകയല്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും കിടന്നു. വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഒരിക്കലും പാഴും ശൂന്യവുമല്ലെന്ന് നമുക്കറിയാം. ദൈവം പൂർണ്ണതയോടുകൂടി മാത്രമേ എല്ലാ സൃഷ്ടിപ്പിനെയും നടത്തിയിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം നമ്മൾക്ക് വെളിവാകണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് പോകണം. അവിടെ പറയുന്നു, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണത് എങ്ങനെ? നീ എങ്ങനെ ഒരു പുഴുവിനെ പോലെയായി മാറ്റപ്പെട്ടു? നിന്റെ സിംഹാസനത്തെ നീ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് തുല്യമാക്കുമെന്നും നീ മറ്റൊരു ഗ്രഹം പണിയുമെന്നും അവിടെ നീ രാജാവായി വാഴുമെന്നും നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ സൃഷ്ടിക്കുമെന്നും നീ മനസ്സിൽ ആഗ്രഹിച്ചില്ലേ? അതായത് ദൈവത്തിൻ്റെ മാലാകമാരിൽ 10 വൃന്ദം മാലാകമാരിൽ ഒരു വൃന്ദം മാലാകമാർ, പ്രകാശത്തിൻ്റെ പുത്രന്മാരെന്നറിയപ്പെട്ട ലൂസിഫർ, അവർ തള്ളപ്പെടുകയാണ്. ദൈവത്തോട് മത്സരിച്ച് തള്ളപ്പെട്ടു. ആ തള്ളപ്പെട്ട മാലാകമാർക്ക് പാർക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ഭൂമിയെ അവർക്ക് കൊടുത്തു ആദ്യത്തിൽ. എന്നാൽ പുനഃക്രമീകരണം വരുത്തുന്നതിന് മുൻപുള്ള ഭൂമിയുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ആ രൂപത്തെയാണ് സാത്താന് പാർക്കുവാൻ കൊടുത്തത്, തള്ളപ്പെട്ടവർക്ക് കൊടുത്തത്. ഭൂമിയിലേക്ക് വീണവർ ഇതിനെ പാഴും ശൂന്യവുമാക്കി കളഞ്ഞു. അവിടേക്കാണ് തള്ളപ്പെട്ട മാലാകമാരുടെ സ്ഥാനത്ത് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കുന്നത്. അത് പെട്ടെന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല. പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയെ ഓരോ ദിവസവും വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം സൃഷ്ടിച്ചു തുടങ്ങുകയാണ്. കരയെയും വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുകയാണ്. വിധാനത്തെ സൃഷ്ടിക്കുകയാണ്. ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു, സസ്യലതാദികളെ സൃഷ്ടിക്കുന്നു, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നു. അങ്ങനെ അവസാനം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ കരവലയത്തിലാണ് ഭൂമി എന്ന് പറയുന്നത്. ഹൈന്ദവ പാരമ്പര്യത്തിൽ ഭൂമി ദേവിയാണ്. ക്ഷമയുടെയും സർവം സഹനതയുടെയും ഒക്കെ പ്രതീകമാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമാതാവെന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായൊരു അനുഭവമാണ്. അപ്പോൾ അത്തരത്തിൽ വേദശാസ്ത്രപരമായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിക്കൊരു തലമുണ്ട്. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തിലൂടെ രൂപപ്പെട്ട സൃഷ്ടിവർഗത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റി പറയുമ്പോൾ പോലും അതിലും ഒരു അപൂർണതയുണ്ട്. തുടർന്നു വന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനെ വിശകലനം നടത്തുവാൻ തക്കവണ്ണം ശ്രമിച്ചു. ഭൂമിയിൽ എങ്ങനെ ജീവജാലങ്ങൾ രൂപപ്പെട്ടുവെന്ന് പറയുവാൻ ശ്രമിച്ചു. എങ്കിലും വേദപാരമ്പര്യങ്ങളും ശാസ്ത്ര പാരമ്പര്യങ്ങളും ഒക്കെ കോർത്തിണക്കിയ ഒരു ദിവ്യ അനുഭവത്തിലൂടെ മാത്രമേ ഭൂമിയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. എങ്ങനെയാണ് ഭൂമി യഹോവയ്ക്കായി മാറ്റപ്പെടുന്നത്? അതിൻ്റെ പൂർണ്ണത യഹോവയ്ക്കായി മാറ്റപ്പെടുന്നത് ഭൂമിയുടെ പൂർണ്ണതയും ഭൂമിയുടെ ഭംഗിയും ദൈവത്തിൻ്റെ കരങ്ങളാലാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണത്. പ്രിയമുള്ളവരെ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എന്നുള്ള ആ 2 വാക്കിലൂടെ സങ്കീർത്തനക്കാരൻ നമ്മളെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുകയാണ്. സങ്കീർണമായ ഒരുപാട് സംഗതികളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, സൃഷ്ടിപ്പുകളുണ്ട്. ഈ ലോകത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അഭൗമമായത് ഞാൻ നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തന്നെ ചോദിക്കുന്നുണ്ട്, ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓർത്തോണം, ഭൂമി മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ഭൂമി മാത്രമല്ല, നമ്മൾ ഈ കണ്ടിട്ടുള്ള ഭൂമിയുടെ കാഴ്ചയെന്ന് പറയുന്നത് അപൂർണമായിട്ടുള്ളതാണ്. എന്നാൽ ഭൂമിയുടെ ഒരു വലിയ പൂർണ്ണതയുണ്ട്, നമ്മളുടെ വ്യാഖ്യാനങ്ങൾക്കപ്പുറമായൊരു പൂർണ്ണത. അതിൻ്റെ മനോഹാരിത, അതിൻ്റെ രഹസ്യാവഹമായ സംഗതികൾ, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ, താത്വിക വശങ്ങൾ
ഇവിടെ പാർത്തവർ, സൃഷ്ടിപ്പുകൾ, ഈ ഭൂമിയിൽ പിറന്നു വീണ ഓരോ ജീവജാലങ്ങൾ, സസ്യലതാദികൾ, നമ്മൾ കണ്ടിട്ടും കാണാത്തതും നമ്മുടെ പൂർവികർ കേൾക്കാത്തതുമായ സംഗതികൾ, ഇതെല്ലാം ഈ ഭൂമിയിലുണ്ട്, ഭൂമണ്ഡലത്തിലുണ്ട്. അതൊക്കെ യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് നമ്മൾ പലതിനെയും സങ്കീർണമായിട്ട് എഴുതിത്തള്ളാറില്ലേ പ്രിയമുള്ളവർ? അത് സമ്പത്താണെങ്കിലും ബൗദ്ധികമായ കാര്യങ്ങളാണെങ്കിലും നമുക്കറിയാത്തതിനെയൊക്കെ നമ്മൾ എഴുതി തള്ളാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഹൃദയംഗമായി പ്രാർത്ഥനയോടുകൂടി ചിന്തിച്ചോണം. അതിൻ്റെ ഒരു പൂർണ്ണതയുണ്ട്. എല്ലാറ്റിനും ഒരു പൂർണ്ണതയുണ്ട് പ്രിയമുള്ളവരെ. ആ പൂർണ്ണതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെയും ഭൗതികതയുടെയും സമ്പത്തിൻ്റെയും താത്വികതയുടേതും ശാസ്ത്രത്തിൻ്റേതും ഒക്കെയായ ഒരു പൂർണ്ണതയുണ്ട്. അപ്പം നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴും അതുകൊണ്ട് തന്നെയാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് നടത്തണം. ഈ ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതായത് താത്വികമായി നമ്മൾ വിലയിരുത്തുമ്പോഴും അല്ലെങ്കിൽ ബുദ്ധിപരമായി നമ്മൾ വിലയിരുത്തുമ്പോഴും അതിൻ്റെ ഒരു ഭാഗികമായ വിലയിരുത്തൽ നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പൂർണ്ണത വരത്തില്ല. ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ പൂർണ്ണമായൊരു പഠനമുണ്ടാകണം. സഹോദരങ്ങളെയും ചാർച്ചക്കാരെയും കുറിച്ച് പഠിച്ചാൽ പൂർണ്ണമായൊരു അറിവുണ്ടാകണം. ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തിയാൽ, ഒരു സൃഷ്ടിയെ നമ്മൾ വിലയിരുത്തിയാൽ, ഒരു ദാനത്തെ വിലയിരുത്തിയാൽ അതിൻ്റെ പൂർണ്ണമായ ഒരു അനുഭവം ഉണ്ടാകണം. ആ പൂർണ്ണമായ അനുഭവത്തോടു കൂടി വിലയിരുത്തുമ്പോഴേ ദൈവം നമ്മളിൽ പ്രസാദിക്കത്തുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളിലും സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ വരാനുള്ള കാരണം ഈ പൂർണ്ണമായൊരറിവില്ല. നമ്മളൊക്കെ പറയും നമുക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാം അറിയാം. ശരി, അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നില്ല. അനുഭവങ്ങളിലൂടെ പലതും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കെന്നെ തന്നെ പൂർണ്ണമായി വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയെ വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ടോ? മക്കളെ വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ടോ? സഹായിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും പൂർണ്ണമായി വിലയിരുത്താൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളും ഞാനും അവനവരെ തന്നെ പൂർണ്ണമായി വിലയിരുത്തി കഴിയുവാൻ മാത്രമേ മറ്റുള്ളവരെ വിലയിരുത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ജീവിതകാലത്ത് നമുക്കൊരിക്കലും നമ്മളെ പൂർണ്ണമായി വിലയിരുത്താൻ പറ്റത്തില്ല. നമ്മൾ നന്മയെന്ന് കാണുന്നത് മറ്റുള്ളവർക്ക് തിന്മയായിരിക്കും. നമ്മൾ പൂർണ്ണമെന്ന് കാണുന്നത് മറ്റുള്ളവർക്ക് അപൂർണമായിരിക്കും. മറ്റുള്ളവരുടെ അപൂർണത നമ്മളുടെ പൂർണ്ണതയായിരിക്കും. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ ആഴത്തിൽ പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. അതെ, ദൈവത്തിന് വേണ്ടത് പൂർണ്ണമായ പെർഫെക്റ്റായ ഒരു അനുഭവമാണ്. അതിനുവേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. എൻ്റെ പൂർണ്ണമായ അനുഭവത്തിന് വേണ്ടി നമ്മൾ ഓർത്തോണം. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മളെല്ലാം പൂർണ്ണരായെന്ന് ചിന്തിക്കാറുണ്ട്. നമുക്കൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ സിക്നെസ് ബാധിച്ചിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനില്ല, ഞാനെല്ലാം തികഞ്ഞവനായി, തികഞ്ഞവളായി, പഠിച്ചവളായി, അറിഞ്ഞവരായി, ചിന്തിച്ചവരായി, ചിന്താധാരകളൊക്കെ ഒത്തിരിയുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ഭൂമിയുടെ പൂർണ്ണതയെ നമുക്ക് തിരിച്ചറിയാനുണ്ട്. അതിനെ അപൂർണമാക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുണ്ട്. ആ അനുഭവം നമുക്കൊരു ആത്മശക്തിയെ നൽകണം. വീണ്ടും പറയുന്നു, ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂമിയെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂതലമെന്ന് പറയുമ്പോൾ അല്പം കൂടി വ്യാഖ്യാന പൂരിതമായി സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഈ ഭൂമണ്ഡലം എന്ന് പറയുന്ന കൺസെപ്റ്റ് മൊത്തത്തിൽ ദാവീദ് പറയുകയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ കാണുന്ന ഭൗതികമായൊരു ഭൂമണ്ഡലം മാത്രമല്ല, അതിനപ്പുറമായൊരു അനുഭവമുണ്ട്. ഭൂതലം, അതിൻ്റെ നിവാസികൾ എല്ലാം യഹോവയ്ക്കുള്ളതാകുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിനില്ലാത്തതായിട്ട്, സർവേശ്വരനില്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലാ ജീവജാലങ്ങളും യഹോവയ്ക്കുള്ളതാണ്. നാനാ ജാതിയിലും മതത്തിലും പെട്ടവർ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ സാക്ഷിക്കുമ്പോൾ നമ്മളെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പറയും, എനിക്ക് 1 ഏക്കർ ഭൂമിയുണ്ട്, 10 സെൻറ്റ് ഭൂമിയുണ്ട്, ഇന്നിടത്ത് കടയുണ്ട്, ഫ്ലാറ്റുണ്ട്, സ്വർണമുണ്ട്. നമ്മളിങ്ങനെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്താറുണ്ട്. എന്നാൽ നിങ്ങളും ഞാനുമൊക്കെ യഹോവയ്ക്കുള്ള വസ്തുക്കളുടെ കാവൽക്കാരാണ്, അതിൻ്റെ കാര്യവിചാരകരാണ്. ദൈവം എന്നെ നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത് കാര്യവിചാരകത്വം മാത്രമാണ്, ഉടമസ്ഥ അവകാശമല്ല.
ഒരിക്കലും ഈ ധനത്തെയും ജഗത്തെയും ഒക്കെ നാം വിട്ടുപിരിഞ്ഞേ പറ്റത്തുള്ളൂ. എല്ലാത്തിനെയും വിട്ടുപോയേ പറ്റത്തുള്ളൂ. അപ്പോൾ യഹോവയ്ക്കുള്ള വസ്തുവകകളുടെ കാവൽക്കാരും അതിൻ്റെ കാര്യവിചാരകന്മാരുമാണ് നിങ്ങളും ഞാനുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ആ യജമാനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഇതെല്ലാം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ യഹോവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് സർവ്വ സൃഷ്ടിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. വീണ്ടും നമ്മൾ ഓർക്കുമ്പോൾ ഇതെല്ലാം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിപ്പുകളിൽ ദൈവത്തിൻ്റെ മണവും ഗുണവും ഇല്ലാത്ത സംഗതികളെ നിങ്ങളും ഞാനും പ്രതിഷ്ഠിക്കരുത്. നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ നമ്മളുടെ പ്ലാനാണ് അവിടെ വരുന്നത്. എത്ര പണം മുടക്കാനുണ്ട്, ഏത് രീതിയിലാകണം, അതിൻ്റെ സ്ട്രക്ചർ മൊത്തം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളുടെ ആശയങ്ങൾ നമ്മൾ ആർക്കിടെക്റ്റിനോട് പറയും. അതിൻ്റെ ആർക്കിടെക്ചർ നമ്മുടെ ഒരു താല്പര്യപ്രകാരമായിരിക്കും. ആ നല്ല ശില്പി മനോഹരമായി അത് രൂപപ്പെടുത്തും. ഒരു ഡിവൈൻ ആർക്കിടെക്റ്റ് ഉണ്ട് പ്രിയമുള്ളവരെ. ഡിവൈൻ ആർക്കിടെക്റ്റിൽ നിന്ന് മാത്രമേ ഡിവൈൻ ആർക്കിടെക്ചർ വരത്തുള്ളൂ. എനിക്കും നിങ്ങൾക്കും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ രൂപപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. ദൈവത്തിന് അഹിതമായിട്ടുള്ളതൊന്നും ഈ സൃഷ്ടിയിൽ വരാൻ പാടില്ല. മാരകായുധങ്ങളും ദൂഷ്യങ്ങളും ദോഷങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ വരാൻ പാടില്ല, കലർത്താൻ പാടില്ല. ഇന്ന് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യവർഗം ദൈവത്തിന് അഹിതമായത് ആ സൃഷ്ടിയിൽ കലർത്താൻ ശ്രമിക്കുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇന്നുണ്ടാകുന്ന സൂര്യാതാപവും അതോടൊപ്പം തന്നെ പ്രതികൂലമായ കാലാവസ്ഥകൾ, ഭൂമി കുലുക്കങ്ങൾ, അതൊക്കെ നമ്മൾ ചിന്തിച്ചോണം. പകർച്ചവ്യാധികൾ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. ഈ പകർച്ചവ്യാധികളും മറ്റും വരുവാൻ തക്കവണ്ണം ഒരു പരിധിവരെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഹേതുവാകുന്നുണ്ട്. എവിടെ തിരിഞ്ഞാലും പെട്ടെന്നുള്ള മരണങ്ങൾ. ഒരു കാലത്ത് നമ്മൾ പറയും മരണത്തെ പിടിച്ചു കിട്ടിയെന്ന് പറയും. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മരണപ്പെട്ടു പോകുന്നത് എത്രയോ ചെറുപ്പക്കാരാണ്, ആരോഗ്യമുള്ളവരാണ്. ഇരിക്കുന്നിരിപ്പിലാണ് മരിച്ചു പോകുന്നത്. ഈ ആധുനിക ശാസ്ത്രീയ സങ്കേതങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും മനുഷ്യന് ആയുസ്സുണ്ടായിരുന്നു. ചിലർ പറയും, പണ്ടത്തെ കാലത്ത് പറയും പെട്ടെന്ന് ബാലമരണങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ സത്യമെങ്കിലും അന്നത്തെ മരണനിരക്ക് കൂടുതലാണെന്നും പറയും. എങ്കിലും പഴയ ആളുകൾ ഒരു പരിധിവരെ ജീവിച്ചിരുന്നത് നമുക്കറിയാം, ദീർഘായുസ്സുള്ളവരായിരുന്നു. 80ഉം 90ഉം ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു അത്ഭുതമല്ലായിരുന്നു. 100 കടന്നു പോകുന്നത് മഹാത്ഭുതമല്ലായിരുന്നു. ഇന്ന് 90ഉം 100ഉം ഒക്കെ കടന്നു പോകുക എന്ന് പറയുന്നത് മഹാത്ഭുതമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ഇല്ലാഞ്ഞിട്ടല്ല, ഭക്ഷ്യക്ഷാമമല്ല, മരുന്നും മന്ത്രവും ഇല്ലാഞ്ഞിട്ടല്ല, കരുതാൻ ആളില്ലാഞ്ഞിട്ടല്ല, കിടക്കാൻ ഭൂമികയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് യഹോവയ്ക്കുള്ളതായ സംഗതികളിൽ മനുഷ്യനുള്ളത് കുത്തിത്തിരികിയപ്പോൾ പറ്റിയ ചില അസന്തുലിതാവസ്ഥകളുണ്ട്, താളഭ്രംശങ്ങളുണ്ട്. ആ താളഭ്രംശങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. യഹോവയ്ക്കുള്ളതിൻ്റെ കാര്യവിചാരകന്മാരായി നിങ്ങളും ഞാനും പ്രവർത്തിക്കുമ്പോൾ ഭാവിയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നമ്മൾക്കൊരു ചിന്തയുണ്ടാകണം. യഹോവയ്ക്കുള്ള വസ്തുവകകളൊന്നും നശിക്കാൻ പാടില്ലാത്തതാണ്. അത് സുസ്ഥിരമായിട്ടിരിക്കേണ്ടതാണ്. അതിനൊരു പ്രത്യേകമായൊരു ഐശ്വര്യമുണ്ട്, ഒരു ഡിവൈൻ ഗ്രേസ് ഉണ്ട്. ഇന്നില്ലാതായി പോകുന്നത് ഈ ഡിവൈൻ ഗ്രേസാണ്. ഭൗതികമായ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു ദൈവിക ചൈതന്യം, ദൈവത്തിൻ്റെ സുഗന്ധം അതിന്ന് പല മേഖലകളിലും പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ടാകണം. ദൈവസന്നിധിയിൽ ഒരു പ്രത്യാശ ഉണ്ടാകണം. ഹൃദയത്തോടു കൂടിയുള്ളൊരു സമർപ്പണം ഉണ്ടാകണം. എൻ്റെ ദൈവമേ, നീ തന്നിട്ടുള്ള, നീ എടുത്തുപയോഗിക്കുന്ന അനുഭവങ്ങളിൽ നിൻ്റെ സ്പർശനം നീ പതിച്ചിട്ടുള്ളത് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ, പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് പാട്ടുകാരൻ പാടിയത്, കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിൻ്റെ തങ്കമുഖമെൻ്റെ താതൻ രാജ്യം, ഈ ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ,
മേലോകവാർത്തയിൽ ദൂരസ്ഥനായി ഈ ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ. മേലോകവാർത്തയിൽ ദൂരസ്ഥനായി 10,000 നില പൊക്കിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ചെറ്റപ്പൂരേ അതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിനാധീനനാം. ചെറ്റപ്പൂരേ അതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിനാധീനനാം. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിൻ്റെ തങ്കമുഖമെൻ്റെ താതൻ രാജേ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഇത് യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങളും ഞാനുമൊക്കെ കാണുന്നത് ഭൗതികമായ ചില തലങ്ങളെക്കുറിച്ചാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും പൂർണ്ണതയോടെയുള്ള നിറവോടെയുള്ള ഒരു അനുഭവം യഹോവയ്ക്കുണ്ട്. മനുഷ്യരിലും സൃഷ്ടിയിലും സഹോദരങ്ങളിലും സമൂഹത്തിലും ജീവജാലങ്ങളിലും നമ്മളുടെ ചിന്താധാരകളിലുമൊക്കെ ദൈവത്തിൻ്റെ പൂർണ്ണത വേണം. ആ പൂർണ്ണത വരുമ്പോഴേ ഭൂമി ഭൂമിയാകത്തുള്ളൂ, അതിലെ നിവാസികൾക്ക് പ്രസക്തിയുള്ളൂ. വീണ്ടും നമ്മൾ പറഞ്ഞു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിചാരിക്കും നമ്മൾക്കൊക്കെ ഓണർഷിപ്പുണ്ട്, നമ്മളെ ഇതൊക്കെ ഏൽപ്പിച്ചേക്കുകയാണ്. ഒരു അതോറിറ്റേറ്റീവ് ഐഡൻറ്റിറ്റി നമുക്കുണ്ട്. നമുക്കുള്ളത് ഒരിക്കലും ഓർത്തോണം ഒരു സ്റ്റുവാർഡ്ഷിപ്പാണ്, ഒരു കാര്യവിചാരകത്വമാണ്. ഇതൊക്കെ ദൈവത്തിൻ്റേതാണെന്നുള്ളത് കൊണ്ട് അതിൻ്റെ പരിപാലകന്മാരാണ് നമ്മൾ. ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. വീണ്ടും നമ്മൾ പറഞ്ഞു, ഇതൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്ലാനും പദ്ധതികളുമൊക്കെ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ബേസിസൊക്കെ ദൈവകേന്ദ്രീകൃതമാകണം. ഒരു ഡിവൈൻ ഓറിയൻറ്റഡ് ഡിവൈൻ ഗ്രേസോട് കൂടിയുള്ളതാകണം. ആ ഒരു സംഗതിയോടുകൂടി പോയെങ്കിൽ മാത്രമേ ദൈവത്തിനുള്ളതായി തീരത്തുള്ളൂ. ആ ദൈവത്തിനുള്ളതിൽ മനുഷ്യനുള്ളതായ ചിലതൊക്കെ ദൈവഹിതത്തിന് വിരുദ്ധമായി ചേർക്കാൻ ശ്രമിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബത്തിലുണ്ടാകുന്നത് അതാണ്, കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന അതാണ്. അപ്പോൾ ഇതെല്ലാം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ള സംഗതികൾ ഇതാണ്. അപ്പോൾ ഈ ഭൂമിയിലും അതിലെ നിവാസികളിലും യഹോവയ്ക്കുള്ള ഒരു വലിയ അതോറിറ്റി, ഒരു ഓണർഷിപ്പ്, ആ ഓണർഷിപ്പ് കുടുംബ ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും ഉണ്ടാകണം. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ പതറിച്ച് വരുന്നുണ്ട്, സഹോദര ബന്ധങ്ങളിൽ പതറിച്ച് വരുന്നുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ചിന്താധാരകളിൽ പതറിച്ച് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പതറിച്ച് വരുന്നത്? നിവാസികളിൽ യഹോവയ്ക്ക് ഒരു വലിയ ഓണർഷിപ്പുണ്ട്. നിവാസികളിൽ ദൈവത്തിൻ്റെ ഓണർഷിപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം ഓരോ ബന്ധങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ ദൈവത്തോട് ചേർന്നുകൊണ്ട് വേണം ചെയ്യാൻ. ദൈവത്തോട് ചോദിക്കണം. അതായത് ദൈവത്തിൻ്റെ വസ്തുവിൽ ദൈവത്തിൻ്റെ മക്കൾ, ദൈവം ചുമതല ഏൽപ്പിച്ചിരിക്കുന്നവർ, കാവൽക്കാർ പ്രവർത്തിക്കുകയാണ്, സ്റ്റുവാർഡ്സ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവർ അനുമതി ചോദിക്കണം, അനുജ്ഞ ചോദിക്കണം. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലഘട്ടത്തിൽ നമ്മൾ പറയത്തില്ലയോ, ഇന്ത്യൻ വേദ പശ്ചാത്തലത്തിൽ തൊട്ട് തന്നെ ഒരു മരം മുറിക്കുമ്പോൾ മരത്തോട് അനുജ്ഞ ചോദിക്കുക, അതിനെ പ്രസാദിപ്പിക്കുക. ഒരു യാത്ര പോകുമ്പോൾ, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ ദൈവികമായ അനുജ്ഞ തേടുക. അപ്പോൾ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. കാരണം ദൈവത്തിനുള്ളതിൽ ദൈവത്തിന് വേണ്ടി മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അനുജ്ഞ തേടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലയോ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും, ഒരു വറ്റ് കഴിക്കുമ്പോൾ പോലും നമ്മൾ കുരിശു വരച്ച് തല വണങ്ങി, അല്ലെങ്കിൽ ഓരോ വിശ്വാസത്തിലുള്ളവർ അവരുടേതായിട്ടുള്ള രീതിയിൽ സർവേശ്വരനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളും ഞാനും കഴിക്കുന്ന ഭക്ഷണം എത്തേണ്ടിടത്ത് എത്തണമെന്ന് തീരുമാനിക്കേണ്ടവൻ ദൈവമാണ്. ഒരു പാസേജ് മാറിക്കഴിഞ്ഞാൽ എത്തപ്പെടുന്നത് മറ്റു പല തലങ്ങളിലേക്കായിരിക്കും. നമ്മളുടെ ഉദരത്തിലേക്ക്, ആമാശയത്തിലേക്ക് എത്തണമെന്നില്ല, ദഹിക്കണമെന്നില്ല. ശ്വാസം മുട്ടി മരിക്കുവാൻ തക്കവണ്ണം ഒരുരുള്ള ചോറ് മതി, കൂടുതലൊന്നും വേണ്ട. എത്രയോ പേരങ്ങനെ മരിച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്
പെട്ടെന്നൊരു തുമ്മൽ വന്നാൽ മതി, എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് അക്ഷരം എഴുതി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഈശ്വരനാമം ഉരുവിട്ട് ആ ഈശ്വരനാമം കുറിച്ചുകൊണ്ടാണ് ആദ്യാക്ഷരം കുറിക്കുന്നത്. ഓരോ മതത്തിലും സംസ്കാരത്തിലും പെട്ടവർ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൽ ആദ്യാക്ഷരം കുറിക്കും. അപ്പോൾ അങ്ങനെ ആദ്യാക്ഷരം കുറിക്കുവാൻ ഇരിക്കുന്നവർ അരിമണിയിൽ അല്ലെങ്കിൽ മണലിൽ ആദ്യം എഴുതുന്നത് ചിലപ്പോൾ ആ എന്ന് പറയുന്ന അക്ഷരമാകണമെന്നില്ല. ചിലപ്പോൾ അവരാദ്യം എഴുതുന്നത് ഈശ്വരനാമമായിരിക്കും. അതിനുശേഷമേ ഈ ആദ്യ അക്ഷരമായ ആ എഴുതത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ യഹോവയ്ക്കുള്ളവരല്ലേ? യഹോവയ്ക്കുള്ളവർ സ്വയത്തിനുള്ളവർ എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ എങ്ങനെ സാധിക്കും? യഹോവയ്ക്കുള്ളവർ, യഹോവയുടെ നിയന്ത്രണത്തിൽ വരേണ്ടവർ, അങ്ങനെ ഒരാളില്ല എന്നുള്ള രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വീടും കൂടുമൊക്കെ തന്നിട്ടുണ്ട്. സുരക്ഷിതമായി നമ്മൾ പാർക്കുന്നുണ്ട്. അവിടെ ദൈവത്തിന് ഒരു മുറിയൊന്നും കൊടുക്കാൻ ആവശ്യപ്പെടുന്നില്ല. പലരുടെയും വീടുകളിൽ പ്രാർത്ഥനാ മുറികളുണ്ട്. പ്രാർത്ഥനാ മുറി ഉള്ളതുകൊണ്ട് അത് ദൈവത്തിൻ്റെ മുറിയാണെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. അതൊക്കെ പൊടി പിടിച്ചൊക്കെ പോയിരിക്കുമല്ലയോ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഹൃദയം തന്നെ ദൈവത്തിന് കൊടുക്കണം. നിവാസികൾ യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ, ഭൂതലം യഹോവയ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ, ഭൂമി യഹോവയ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കണം. പാട്ടുകാരൻ പാടിയതുപോലെ, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു മോദമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു മോദമോടെ ഞാൻ. 24-ാം സങ്കീർത്തനം 1-ാം വാക്യം നമ്മളുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും അനുഭവത്തിനും ഹേതുവാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.